ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡർ. കമ്മോഡിറ്റി മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം? ഇന്നത്തെ നാച്ചുറൽ ഗ്യാസിൻ്റെയും ക്രൂഡ് ഓയിലിൻ്റെയും മൊമെൻ്റാണ്. അതും സ്കാൽപ്പിങ്ങിൽ 5 മിനിറ്റ്സിൽ കിട്ടിയ ട്രേഡാണ്. അപ്പോൾ എത്രത്തോളം ആക്യുറസി ഉണ്ട്, എങ്ങനെയാണ് ഒരു ട്രേഡ് എടുക്കുക, ഒരു ട്രേഡ് കഴിഞ്ഞു പോയാൽ അടുത്ത ലെവലിൽ നമുക്ക് എങ്ങനെ ട്രേഡ് പിടിക്കാം. അതായത് എപ്പോഴും മാർക്കറ്റിൽ ചാർട്ടിലിരിക്കുന്നവരല്ല, നമുക്ക് മാർക്കറ്റ് നമ്മൾ ട്രേഡ് കാണുമ്പോൾ നമുക്ക് ആക്ച്വലി മാർക്കറ്റ് ചിലപ്പോൾ കയറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ അടുത്ത ട്രേഡ് നമുക്ക് എങ്ങനെ പിടിക്കും എന്ന് നമുക്കറിയില്ല. മാർക്കറ്റ് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബൈ തന്നെ കയറുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷെ മാർക്കറ്റിൽ നമുക്ക് ഒരു ട്രേഡ് കഴിഞ്ഞു പോലെ അടുത്ത ട്രേഡ് എടുക്കുന്നത് എങ്ങനെ എന്നൊക്കെയുള്ള ലെവൽ ഇന്നത്തെ നാച്ചുറൽ ഗ്യാസിലൂടെയും ക്രൂഡ് ഓയിലൂടെയും കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ 5 മിനിറ്റ്സിൽ നമുക്ക് പെട്ടെന്ന് എൻട്രി കിട്ടുന്ന മെത്തേഡാണ് 5 മിനിറ്റ്സിൽ ക്രൂഡ് ഓയിലിൽ. നാച്ചുറൽ ഗ്യാസിലും 15 മിനിറ്റാണ് ഇൻട്രാഡേക്ക് വെക്കേണ്ട. കുറച്ചുകൂടെ ആക്യുറസി ലെവലും 15 മിനിറ്റാണ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് നാച്ചുറൽ ഗ്യാസ് ട്രേഡ് വെച്ച് നോക്കുമ്പം നാച്ചുറൽ ഗ്യാസ് രാവിലെ അഡ്നൂണിലാണ് ഓപ്പൺ ആയത്. അത് കഴിഞ്ഞാണ് ബൈ ട്രേഡ് കയറിയത്. അപ്രോക്സിമേറ്റ് 12 മണിക്ക് 11:30 ആണ് നമുക്ക് സിഗ്നൽസ് കിട്ടിയത്. നമുക്ക് നല്ല രീതിയിൽ 11:30 മാർക്കറ്റ് അടിച്ചു കയറി. നമുക്ക് അതിൻ്റെ എൻട്രി ലെവൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽസ് ഇപ്പോൾ ഗ്രീൻ കളർ അപ്പാരോ വന്ന സമയമാണ് മേളിൽ കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് വന്ന സിഗ്നലാണ് മേളിൽ കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് സൊല്യൂഷൻ 8.1 ആണ്. ടോട്ടൽ 8 ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ 2 സ്കാനറുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് സൊല്യൂഷന് പ്രത്യേകത പറഞ്ഞാൽ സൈഡ് വേസ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇന്ന് വന്ന മോർണിംഗിൽ സിഗ്നലിംഗ് അപ്പ് ഡൗൺ ആയതുകൊണ്ട് മാർക്കറ്റ് നമ്മൾ വലുതായിട്ട് ഇറങ്ങിയിട്ടില്ല. തിരിച്ച് ബൈ ആണ് നമുക്ക് കിട്ടിയത്. ബൈ സിഗ്നൽ ലാസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 11:30 11:40 നമുക്ക് കിട്ടിയപ്പോൾ അതിന് എൻട്രി പോയിന്റ് ഉണ്ട്, ടാർഗറ്റ് ഉണ്ട്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. ഇതിൽ മോർണിംഗ് ആ ലെവൽ വന്നപ്പോൾ തന്നെ കൺഫേം ആയ റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്ത് കയറുമായിരുന്നു. അവിടുന്ന് ഒറ്റയടിക്ക് അടിച്ച് കയറി അപ്രോക്സിമേറ്റ് 284 വരെയൊക്കെ പോയിട്ടുണ്ട്. അത് നല്ലൊരു ഹേറ്റമായിരുന്നു. അവിടുന്ന് നമ്മൾ ഷോർട്ടായിട്ട് ചെറിയ ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചൊരു ഡിപ്പ്, അതായത് അവിടുന്ന് മാർക്കറ്റ് ഇറങ്ങിയില്ല, ചെറിയൊരു റിട്രേസ്മെൻറ്റ് പോയി. അവിടുന്ന് അപ്രോക്സിമേറ്റ് 81 പോയിന്റോളം ഇറങ്ങിയിട്ടാണ് പിന്നെ അടുത്ത ട്രേഡ് പോയിരിക്കുന്നത്. ഈ ഇറക്കത്തിൽ നിന്ന് കയറി നമുക്ക് കാരണം സോഫ്റ്റ്വെയർ സെല്ല് തരാസി തിരിച്ച് കയറും. അപ്പോൾ അവിടെ അടുത്ത ട്രേഡ് പിടിക്കാം. അവിടുന്ന് 83 നമ്മൾ പിടിച്ച ട്രേഡ് അപ്രോക്സിമേറ്റ് ഇപ്പോഴും മാർക്കറ്റ് 85 വരെ കയറി. രണ്ടാമത്തെ ട്രേഡ് നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 4 പോയിന്റോളം നമുക്ക് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും നമുക്ക് ബൈ സൈഡാണ്, എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാ ഒരു എക്സിറ്റ് ലെവൽ നമുക്ക് ട്രെൻഡ് ലൈൻ മാർക്കറ്റിൻ്റെ ഡൗൺ ആകും. അതോടൊപ്പം ഇവിടെ നമുക്ക് 1 മിനിറ്റിൽ ചേഞ്ച് വരും. 5 മിനിറ്റ്സ് നമുക്ക് ഇവിടെ ചേഞ്ച് കാണാൻ പറ്റും, റിവേഴ്സ് പോകുന്ന ലെവൽ. അപ്പോൾ അവിടെ എക്സിറ്റ് ചെയ്ത് വിടാം, അല്ലെങ്കിൽ എക്സ്ട്രാ കളർ വെച്ച് എക്സിറ്റ് ചെയ്ത് വിടാം. അപ്പോൾ ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ ആ ലെവല് കൺഫേം ആണ്. അതായത് ആ ക്യാൻഡിൽ കളർ ഗ്രീൻ വരുന്നതിനോടൊപ്പം താഴത്തെ ആ കൺഫർമേഷൻ ബാറും കൂടെ ഗ്രീൻ വന്നാൽ ട്രേഡ് എടുക്കാവും. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ അടുത്ത ക്യാൻഡിൽ ട്രേഡ് എടുക്കാം. അത് ഗ്രീൻ കണ്ടിന്യൂ, അതായത് താഴെ ഗ്രീൻ ആണെങ്കിൽ നമുക്ക് ബൈ തന്നെയാണ്. പക്ഷേ ഗ്രീൻ ക്യാൻഡിൽ കളറും എല്ലാ ലെവലും ഒന്നിച്ച് വന്നാൽ ട്രേഡ് എടുക്കാം. അത് ഗ്രീൻ അതായത് ഗ്രീൻ കണ്ടിന്യൂഷൻ നമുക്ക് ബൈ ധൈര്യമായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ട്രെൻഡ് ലൈൻ മാർക്കറ്റിൻ്റെ ഡൗൺ ഇഷ്യാണ്. പക്ഷേ ഒരു ട്രേഡ് കഴിഞ്ഞാൽ അടുത്ത ട്രേഡ് ആ ലൈൻ ഇറങ്ങുന്നത് തിരിച്ച് രണ്ടാമത് ആ റിട്രേസ്മെൻറ്റിൽ നിന്ന് പിന്നെ റെസിസ്റ്റൻസിനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ അടുത്ത ട്രേഡ് പിടിക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ഒന്ന് എക്സിറ്റ് ലെവൽ പറയുന്നില്ല, നമുക്ക് ഹോൾഡ് ചെയ്യാം. പേഷ്യൻസ് ഉണ്ട്, ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. ഇപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്നൊരു ചെറിയ ഒരു ഇറക്കത്തിന് സാധ്യത കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 1 മിനിറ്റിലേക്ക് അവിടെ ഒരു ബിയറിഷ് ലെവലിലേക്ക് വന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ചെറുതായിട്ടൊന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നു. അവിടെ നമുക്ക് ട്രേഡ് വേണമെങ്കിൽ എക്സിറ്റ് അടിക്കാം നമുക്ക്. പക്ഷേ ഇപ്പോഴും നമുക്കിത് എക്സിറ്റ് ലെവൽ പറഞ്ഞിട്ടില്ല, കാരണം താഴെ ഗ്രീനാണ്, ക്യാൻഡിൽ കളറും ഇപ്പോഴും ഗ്രീൻ തന്നെയാണ്. ഓക്കെ. അതേപോലെ തന്നെ ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സോൺ നോക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ലെവൽ നോക്കുമ്പം ഇന്ന് മാർക്കറ്റ് മോർണിംഗിൽ നമുക്ക് ഗ്യാപ് ഡൗണിൽ ഇറങ്ങിയതിന് ശേഷം, അതായത് കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് ലെവൽ കണ്ടിന്യൂഷൻ ആയിട്ട് ഇറങ്ങി, അതിനുശേഷം ബൈ വന്നു, ബൈ കൺഫേം ആയില്ല 5 മിനിറ്റ്സിൽ. അത് കഴിഞ്ഞ് പിന്നെ വന്ന സെൽ നല്ല റിട്ടേൺ ആയിരുന്നു. അത് അപ്രോക്സിമേറ്റ് 5804 ഇറങ്ങിയതാണ്. അതിപ്പോൾ 5745 നിൽക്കുന്നത്. നല്ല റിട്ടേൺ ആയിരുന്നു. ഇടയ്ക്ക് പിന്നെ ഒരു ബൈ വരാൻ ശ്രമിച്ചെങ്കിലും താഴെ മാറിയില്ല. സെല്ല് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. 15 മിനിറ്റിൽ അത് കറക്റ്റ് ലെവൽ കാണിക്കുന്നുണ്ട്. 15 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന്, കാരണം കഴിഞ്ഞ ദിവസം കണ്ടിന്യൂഷൻ തന്നെയാണ് പോയിരിക്കുന്നത്. സെല്ലിൻ്റെ പുതിയൊരു സിഗ്നൽ തന്നിട്ടില്ല. അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തത് ഈ ഒരു ലെവലിൽ നിന്നാണ്. അവിടുന്ന് ഇപ്പോഴും ടോട്ടൽ നോക്കുകയാണെങ്കിൽ 78 പോയിന്റ്സ് ഡൗണിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും ആ ഡൗൺ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ബ്രേക്ക് ആയതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം. കാരണം കൂടുതൽ റിട്ടേൺ, അതായത് കൂടുതൽ ഡൗൺ ഇറങ്ങാൻ സാധ്യതയുള്ളപ്പോഴാണ് ബ്രേക്ക് കറക്റ്റ് രീതിയിൽ സ്ട്രോങ് ബ്രേക്ക് ആണെന്ന് നമ്മളവിടെ സോഫ്റ്റ്വെയർ കാണിച്ചു തരികയാണ്.
അപ്പോൾ അതുപോലത്തെ ട്രേഡൊക്കെ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ റിട്ടേൺ എടുക്കാം. അതിന് ഇന്നലെ വെള്ളിയാഴ്ച വന്ന സിഗ്നൽ അങ്ങനെ തന്നെയായിരുന്നു. സിഗ്നലിൽ വന്ന് കൺഫേം ആയി സ്ട്രോങ് ബ്രേക്ക് ആയിരുന്നു. റെസിസ്റ്റൻസും സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കൺഫർമേഷനും പെട്ടെന്ന് നമുക്ക് കിട്ടി. മുകളിലും താഴെ ഒന്നിച്ച് ലെവൽ കൺഫേം ആയി അവിടുന്ന് ബ്രേക്ക് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് 8.1. എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ള ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാം, അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.